Unni Vijayapatha welcomes everybody to a new episode on the 6th Standard Social Science 4th Unit Production Process. In this episode, we discuss about goods, services, production, product, production process and production factors. Let us move on to the first question. We are discussing as in a manner of question and answers. And so we shall move on to the first question. It is, we use a lot of things in our daily lives. Write down the names of those items you use from morning to night. നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയും. അപ്പോൾ പ്ലീസ് ലിസ്റ്റ് ഔട്ട് ദ ഐറ്റംസ് വി യൂസ് in our daily lives. The answer, you prepare the list, then we shall move on to the next question. Lot of goods are used, isn't it? നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇല്ലേ? Now, what is meant by goods? എന്താണ് ഗുഡ്സ്, സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? The answer is, those things which are visible and tangible and can satisfy human wants are regarded as goods. Those items which we can see, that is visible, and tangible, that we can touch it, and can satisfy human wants. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന, തൃപ്തിപ്പെടുത്താൻ കഴിയുന്നവ, നമുക്ക് തൊടാനും കാണാനും കഴിയുന്നവ, അങ്ങനെയുള്ളവയാണ് we regarded them as goods. നമ്മൾ അവയാണ് സാധനങ്ങൾ എന്ന് പറയുന്നത്. Please check whether the products you listed previously have these features. Can we see and touch all those things? നമ്മൾ നേരത്തെ പട്ടികപ്പെടുത്തിയ സാധനങ്ങൾ ഓരോന്നും നോക്കുക, ഓരോ ഉൽപ്പന്നവും നോക്കുക, അവയൊക്കെ നമുക്ക് കാണാനും തൊടാനും കഴിയുന്നവയാണോ? Let us move on to the next question. The book in your hand might have been printed in a distant press. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകം അകലെയുള്ള ഒരു പ്രസ്സിൽ അച്ചടിച്ചതായിരിക്കും. This book reaches you as a result of the involvement of many people. നിങ്ങൾ ഒരുപാട് ആളുകളുടെ സഹായത്തിലായിരിക്കും നിങ്ങൾ ആ കയ്യിൽ, ആ പ്രസ്സിലിരുന്ന സാധനം, അച്ചടിച്ച സാധനം നിങ്ങളുടെ കൈകളിലെത്തിയിട്ടുണ്ടാവുക. ഇൻഡിക്കേറ്റ് ദ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹൂസ് സർവീസസ് ഇൻവോൾവ്ഡ് ഇൻ ഇറ്റ്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഏതൊക്കെ കാറ്റഗറി, ഏതൊക്കെ വിഭാഗം ആളുകളുടെ സേവനമാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇതിൽ ഉൾപ്പെടുന്നതായിട്ടുള്ളത്? വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് ദ സർവീസ്? എന്താണ് സർവീസ്, സേവനം എന്ന് പറഞ്ഞാൽ? രണ്ട് ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഫസ്റ്റ്, യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഹൂ സർവീസസ് ഇൻവോൾവ്ഡ് ഇൻ ദി distribution of book, that is the book printed in the distant press reached you. In this process, which are the categories of people involved? Then the next question is, what is so special about the service? സേവനത്തിൻ്റെ പ്രത്യേകത എന്താണ്? The answer is laborers, transporters, book distributors. തൊഴിലാളികൾ, ഗതാഗത സൗകര്യമൊരുക്കിയവർ, പുസ്തക വിതരണക്കാർ. ഇത്രയും പേരുടെ സേവനം നിങ്ങൾക്ക് ആ പ്രസ്സിൽ നിന്ന് പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുന്നതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടാവും. വാട്ട് ഇസ് ദ സോ സ്പെഷ്യൽ അബൌട്ട് സർവീസ്? എന്താ സേവനത്തിൻ്റെ പ്രത്യേകത? മെനി ഓഫ് ദ സർവീസസ് വി റിസീവ് കാൺ ബി ടച്ച്ഡ്. നമുക്ക് ലഭിക്കുന്ന പല സേവനങ്ങളും നമുക്ക് തൊട്ടറിയാൻ കഴിയുന്നതല്ല. ബട്ട് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. നമുക്കത് അനുഭവിച്ചറിയാനേ കഴിയും. Many of the services we receive can't be touched but can be experienced. So, move on to the next question. We have prepared a list of goods and services we use every day. A long list we have prepared. സാധനങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണ് ഒരു ദിവസം കിട്ടുന്നത്? ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ലോങ് വൺ. തീർച്ചയായിട്ടും അതൊരു വലിയ ലിസ്റ്റ് തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടാവുക. All these goods and services are used for the satisfaction of our wants. എല്ലാ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. സോ വി പ്രൊഡ്യൂസ്ഡ് ദം. അതുകൊണ്ട് തന്നെയാണ് അവ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. ക്യാൻ യു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് മെൻറ്റ് ബൈ പ്രൊഡക്ഷൻ? എന്താണ് ഉൽപ്പാദനം അല്ലെ പ്രൊഡക്ഷൻ എന്നുകൊണ്ട് മീനിങ്? ആൻഡ് പ്രോഡക്റ്റ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രോഡക്റ്റ്? Can you explain what is meant by production and product? So the answer is, production is the process of creating goods and services to satisfy human wants. ഉൽപ്പാദനം എന്ന് പറയുന്നത് ഇസ് എ പ്രോസസ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുക. അതിനു വേണ്ടി
ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ദാറ്റ് പ്രോസസ്സ്, ആ പ്രക്രിയയാണ്, ഉൽപ്പാദന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് പ്രോഡക്റ്റ്? ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. ഉൽപ്പാദന പ്രക്രിയയുടെ, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ ഫലമായി എന്താണ് ഉണ്ടാകുന്നത്? ദാറ്റ് ഈസ് ദ പ്രോഡക്റ്റ്. അതാണ് പ്രോഡക്റ്റ്, ഉൽപ്പന്നം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് പാഡി. ഇപ്പോൾ നമ്മുടെ നിത്യ ഉപയോഗത്തിനുള്ള വസ്തുവാണ് നെല്ല്. നെല്ല് കുത്തി അരിയാക്കും, നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നു. ഫൈൻഡ് ഔട്ട് ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് പാഡി. നെല്ലുൽപാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ, ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് ആ ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം നോക്കി നിങ്ങൾ റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതുക. ദ ആൻസർ ഈസ് ലാൻഡ് പ്രിപ്പറേഷൻ, നിലമൊരുക്കുന്നു. സോയിങ് സീഡ്സ്, വിത്ത് വിതക്കുന്നു. പ്ലാന്റിങ് സീഡ്ലിങ്സ്, അപ്പോൾ ചെറു തൈകളെ വിത്ത് വിതച്ച് ചെറു തൈകൾ, നെൽച്ചെടികൾ, അത് ഞാറ് എന്ന് പറയും, ഞാറ് തയ്യാറാക്കി അത് നടുന്നു. അപ്പോൾ രണ്ട് രീതിയിലും വയലിൽ കൃഷി ചെയ്യാറുണ്ട്. സോയിങ് സീഡ്സ് ഓർ പ്ലാന്റിങ് സീഡ്ലിങ്സ്. ദെൻ നെക്സ്റ്റ് വീഡിങ്, കളപറിക്കുന്നു. മാനുറിങ്, വളമിടുന്നു. പെസ്റ്റ് കൺട്രോൾ, കീട നിയന്ത്രണം, കീടനാശിനി തളിച്ചോ മറ്റു രീതിയിലോ കീടങ്ങളെ നിയന്ത്രിക്കുന്നു. ഹാർവെസ്റ്റിംഗ്, കൊയ്ത്ത്. ത്രഷിങ്, കറ്റമെതിക്കൽ. കളക്ടിങ് റൈസ് ഗ്രെയിൻസ്, നെല്ല് ശേഖരിക്കുന്നു. ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ. ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ, നെല്ലുൽപാദനത്തിൻ്റെ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ ആർ. അപ്പോൾ നെല്ലുൽപാദന വിവിധ പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രവർത്തനം എന്തൊക്കെയാണെന്ന് ക്രമമായിട്ട് പറഞ്ഞത്. ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ ആർ. ഏതൊക്കെ ഘടകങ്ങളാണ് നെല്ലുൽപാദനത്തിലുള്ളത്? ഏതൊക്കെയാണ് അതിന് സഹായിച്ചിട്ടുള്ളത്? ലേബറേഴ്സ്, തൊഴിലാളികൾ. നാച്ചുറൽ റിസോഴ്സസ്, പ്രകൃതി ഉള്ള വിഭവങ്ങൾ, ലാൻഡ്, വാട്ടർ, എയർ, എക്സെട്ര. മാൻമെയ്ഡ് ഗുഡ്സ്, മനുഷ്യനിർമ്മിതമായ വസ്തുക്കളുണ്ട്. സീഡ്സ്, വിത്തുകൾ. ഫെർട്ടിലൈസേഴ്സ്, വളം. അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, കാർഷിക പണിയായുധങ്ങൾ. അപ്പോൾ ദീസ് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പാഡി പ്രൊഡക്ഷൻ. ലേബറേഴ്സ്, നാച്ചുറൽ റിസോഴ്സസ്, മാൻമെയ്ഡ് ഗുഡ്സ്. ബൈ നൗ, അപ്പോൾ ബൈ നൗ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ പ്രൊഡക്ഷൻ പ്രോസസ് കുഡ് ബി കംപ്ലീറ്റഡ് ഓൺലി വിത്ത് ദ ഇൻവോൾവ്മെൻറ്റ് ഓഫ് മെനി ഫാക്ടേഴ്സ്. ഓരോ ഉൽപ്പാദന പ്രക്രിയ, പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഉൽപ്പാദന പ്രക്രിയയും പൂർത്തിയാവുന്നത് പല ഘടകങ്ങളുടെയും സജീവമായ ഇടപെടലുകളിലൂടെയാണ് എന്ന് നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ കോൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഉൽപ്പാദനത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഉൽപ്പാദന പ്രക്രിയയിലെ ഘടകങ്ങളാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ. ഷൂ ഈസ് എ ഫാക്ടറി പ്രൊഡക്റ്റ്. നമുക്ക് നോക്കാം. ഷൂ ഈസ് എ ഫാക്ടറി പ്രൊഡക്റ്റ്. ഷൂ ഒരു വ്യവസായശാലയുടെ ഉൽപ്പന്നമാണ്. സീ ദ പിക്ചർ ഇൻ ദ ബുക്ക്. നിങ്ങൾക്ക് പുസ്തകത്തിലെ ഒരു ചിത്രങ്ങൾ കാണാം. ക്യാൻ യു റൈറ്റ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഷൂസ്. ഇപ്പോൾ ഒരു ഷൂ നിർമ്മിക്കുന്നതിൽ ഏതൊക്കെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്, ഉൾപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? ക്യാൻ യു റൈറ്റ് ഇറ്റ്? ഓക്കെ. ദ ആൻസർ ഈസ് കോൺട്രിബ്യൂട്ടിംഗ് എലിമെൻറ്റ്സ് ടു ഷൂ മാനുഫാക്ചറിങ് യൂണിറ്റ് ആർ ബിൽഡിങ്സ്, മെഷീനറി, വർക്കേഴ്സ്, ഇലക്ട്രിസിറ്റി, എൻ്റർപ്രണർ, വെഹിക്കിൾസ്, റോ മെറ്റീരിയൽസ്. ഇപ്പോൾ കെട്ടിടങ്ങൾ, മെഷീനറി, യന്ത്രങ്ങൾ, തൊഴിലാളികൾ, ഇലക്ട്രിസിറ്റി, എൻ്റർപ്രണർ. ഒരു സംരംഭകൻ വേണം. ഇതൊക്കെ ഈ സ്ഥലവും കെട്ടിടവും വാടക എടുത്തോ അല്ലെങ്കിൽ നിർമ്മിച്ചോ, യന്ത്രങ്ങൾ സ്ഥാപിച്ച് തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിച്ച് ഇതൊക്കെ നേതൃത്വം വഹിക്കുന്ന, അതിനൊക്കെ മൂലധനം പണം ഇറക്കിയിട്ടൊക്കെ ചെയ്യുന്ന ഒരാൾ വേണം. അത് എൻ്റർപ്രണർ. വെഹിക്കിൾസ്, വാഹനങ്ങൾ വേണം. റോ മെറ്റീരിയൽസ്, ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വേണം. Then the next question, in general, factors that contribute to production can be classified into 4. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു പ്രൊഡക്ഷൻ, ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4, 4ആയിട്ട് തിരിക്കാം പൊതുവെ. വാട്ട് ആർ ദേ? എന്തൊക്കെയാണവ? ഫസ്റ്റ് വൺ ലാൻഡ്, സെക്കൻഡ് ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ, ഫോർത്ത് വൺ ഓർഗനൈസേഷൻ. ഭൂമി, തൊഴിലാളികൾ,
മൂലധനം, സംഘാടനം. ഈ 4 ഘടകങ്ങളുണ്ടെങ്കിൽ മാത്രമേ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ബിക്കം കംപ്ലീറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് us now look at the features of the earth as a factor of production. അപ്പോൾ ലാൻഡ് ഒരു പ്രധാന ഘടകമാണ് ഉൽപ്പാദനത്തിലെന്ന് പറഞ്ഞു. അപ്പോൾ ലാൻഡ് അല്ലെങ്കിൽ എർത്ത്. ലെറ്റ് us now look at the features of earth as a factor of production. അപ്പോൾ അതിൽ ഫസ്റ്റ് ഘടകമാണ്, ഒന്നാമത്തെ ഘടകമാണ് ലാൻഡ് അല്ലെങ്കിൽ എർത്ത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ്, സവിശേഷതകൾ എന്തൊക്കെയാണ്? എർത്ത് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ ദ ബ്രോഡസ്റ്റ് സെൻസ്. ഭൂമി എന്നതൊരു ഉൽപ്പാദന ഘടകമായിട്ട് വളരെ വിശാലമായ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഇൻക്ലൂഡ്സ് ഇറ്റ്. എല്ലാ പ്രകൃതി വിഭവങ്ങളും, ഭൂമിയിലുള്ള എല്ലാ പ്രകൃതി വിഭവങ്ങളും ഇതിൽ പെടും. ക്യാൻ യു ലിസ്റ്റ് ദം? നിങ്ങൾക്കത് പട്ടികപ്പെടുത്താൻ പറ്റുമോ? ലെറ്റ് us look at the answer. ഉത്തരം നോക്കാം. ഓൾ നാച്ചുറൽ റിസോഴ്സസ് ബിലോങ് ടു ദി പ്രൊഡക്റ്റീവ് കമ്പോണൻറ്റ് ഓഫ് ദി എർത്ത്. എല്ലാ പ്രകൃതി വിഭവങ്ങളും നമ്മുടെ ഉൽപ്പാദന ഘടകമാണ് ഭൂമിയിൽ നിന്ന് ഉള്ള. അതിൽ ഏതൊക്കെ പെടും? ഫൗണ്ട് ഓൺ ദ സർഫേസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നവ. സോയിൽ, മണ്ണ്. വാട്ടർ, ട്രീസ്, മൗണ്ടെയിൻസ്, റോക്സ്, എറ്റ്സെട്ര. ദെൻ ഫൗണ്ട് ഇൻ ദ അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലുള്ളത്. എയർ, വേരിയസ് ഗ്യാസസ്, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, എറ്റ്സെട്ര. ഫൗണ്ട് ഇൻ ദി എർത്ത്സ് ക്രസ്റ്റ്. ഭൂമിയുടെ ഉള്ളിൽ, ഉപരിതലത്തിന് അടിയിലുള്ളത്, അന്തർഭാഗത്തുള്ളത്. ഫൗണ്ട് ഇൻ ദി എർത്ത്സ് ക്രസ്റ്റ്. കോൾ, പെട്രോളിയം, എറ്റ്സെട്ര. ദിസ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഫോൾസ് ഇൻ ടു ദ കാറ്റഗറി ഓഫ് ലാൻഡ്. അങ്ങനെ ഈ പറഞ്ഞ എല്ലാ ഭൂമിയുടെ ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്, ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഇൻ ദ എർത്ത്സ് ക്രസ്റ്റ്. ഓൾ ദീസ് നാച്ചുറൽ റിസോഴ്സസ് ഫോൾസ് ഇൻ ടു ദ കാറ്റഗറി ഓഫ് ലാൻഡ്. ലാൻഡ് എന്നതിൽ ഈ ഘടകങ്ങളെല്ലാം കൂടിയതാണ് ലാൻഡ്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ ലാൻഡ് ഇൻക്ലൂഡ്സ് ഇൻ ഇറ്റ്. സോ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? അപ്പോൾ എർത്ത്, ഭൂമി ഒരു ഉൽപ്പാദന ഘടകം എന്നതിൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? നേരത്തെ ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു, ഏതൊക്കെ ഉൾപ്പെടും എന്ന് പറഞ്ഞു. ഇനി ഇതിന് ചില പ്രത്യേകതകളുണ്ട്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദ എർത്ത് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ? ലുക്ക് അറ്റ് ദി ആൻസർ. ഇറ്റ് ഇൻക്ലൂഡഡ് ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ, സർഫേസ് ആൻഡ് കോർ. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രകൃതി വിഭവങ്ങളും, ഭൂമിയുടെ അന്തരീക്ഷത്തിലുള്ളത്, ഉപരിതലത്തിലുള്ളത്, അന്തർഭാഗത്തുള്ളത് ഇതിൽ പെടും. അതാണ് ഒരു പ്രത്യേകത. The next feature is the land area of the earth cannot be increased with our requirements. നമ്മുടെ ആവശ്യങ്ങൾക്ക്, റിക്വയർമെൻറ്റ്സിനനുസരിച്ച് നമുക്ക് ഭൂമിയുടെ ലാൻഡ് ഏരിയ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. cannot be increased. The third one, it cannot be shifted from one place to another. നമുക്കത് ഈ ഭൂമി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി സാധിക്കില്ല. എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഭൂമി, ലാൻഡ് അവിടെ തന്നെ കിടക്കും. ഇറ്റ് കാനോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതാണ് അനദർ ഫീച്ചർ, മറ്റൊരു സവിശേഷത. ദ ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതാണ്. ഫെർട്ടിലിറ്റി ഓഫ് ദ ലാൻഡ് ക്യാൻ ബി ഇൻക്രീസ്ഡ്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത, വളക്കൂറ് വർദ്ധിപ്പിക്കാൻ കഴിയും. ജലസേചനം, വളം ചേർക്കലും ഒക്കെ കൊണ്ട് the fertility can be increased. Next one, earth is a gift of nature. പ്രകൃതിയുടെ വരദാനമാണ് ഭൂമി എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. അതാണ് അനദർ ഫീച്ചർ. നെക്സ്റ്റ് വൺ, ലാൻഡ് ആസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഗെറ്റ്സ് റെൻറ്റ് ആസ് ഇറ്റ്സ് റിവാർഡ്. ഒരു ഉൽപ്പാദന ഘടകം എന്ന നിലയിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് റെൻറ്റ്, അല്ലെ വാടക എന്ന് നമ്മൾ പറയും. Then by now don't forget to watch all the episodes uploaded in this channel. If not yet subscribed, please do subscribe and don't forget to press the bell. This will help you to select and watch new episodes as soon as uploaded. അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡുകൾ ഉടനുടൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക സാമ്പത്തിക ചിലവൊന്നും വരുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരേ ഒരു ഗുണം, നിങ്ങൾക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എപ്പിസോഡുകൾ ഉടനുടൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ടു റൈറ്റ് യുവർ വാല്യുബിൾ കമൻറ്റ്സ് ആൾസോ. ലെറ്റ് us learn other production factors in the next episode.